ഹായ് ഒരുവൺ, നമ്മൾ ചിന്തിക്കുന്ന ജെനസിസ് ചാപ്റ്റർ 10 അതാണ് ഉൽപ്പത്തി 10-ാം അധ്യായം. അവിടെ നോഹയുടെ സന്തതി പരമ്പരകളെയാണ് അവിടെ നമ്മൾ കാണുന്നത്. നോഹയുടെ മക്കളായ യാഫേത്ത്, ഷേം, ഹാം ഇവരുടെ വംശ പാരമ്പര്യത്തെ പറ്റി നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർ ഉണ്ടായത് യാഫേത്തിന്റെ വംശത്തിൽ നിന്നായിരുന്നു ഇന്ത്യക്കാരുണ്ടായത്. പക്ഷെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അതിൽ തലമുറ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഷേമായിരുന്നു. അതുപോലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോയത് ഹാം എന്നുള്ള മകന്റെ ഒരു വംശ പാരമ്പര്യമായിരുന്നു. അവിടെ യേശു കർത്താവ് പോലും വരുവാനിടയിൽ തീർന്നത് ഷേമിന്റെ വംശ പാരമ്പര്യത്തിൽ നിന്നായിരുന്നു. അപ്പോൾ നോഹ അനുഗ്രഹിച്ചപ്പോൾ തന്നെ ഷേമിനെയാണ് ഏറ്റവും വലുതായിട്ട് അനുഗ്രഹിച്ചത്. ആ ഷേമിന്റെ കൂടാരങ്ങളിൽ യാഫേത്തിന്റെ സന്തതികളും അവിടെ ജീവിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ഹാമിന്റെ മക്കൾ കനാൻ അവരൊക്കെയും ഈ മറ്റുള്ളവരെ സെർവ് ചെയ്യും, മറ്റു രണ്ട് സഹോദരന്മാർ മക്കളെ സെർവ് ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അതിനും പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നോഹ മദ്യപിച്ച് താൻ അവിടെ ബോധമില്ലാതെ താൻ കിടന്നപ്പോൾ തൻ്റെ നഗ്നത ഹാം കാണുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ താൻ അത് മൂടി വെക്കുന്നതിന് പകരം താൻ ചെന്ന് തൻ്റെ സഹോദരന്മാരെ അറിയിക്കുകയാണ്, തൻ്റെ അപ്പൻ്റെ നഗ്നത അവിടെ കാണിക്കുന്നു എന്ന് പറയണം. അപ്പോൾ അവർ മുഖം മറച്ചുകൊണ്ട്, യാഫേത്തും ഷേമും അവർ മുഖം മറച്ചുകൊണ്ട് വന്ന് അവർ അപ്പൻ്റെ നഗ്നത അവിടെ മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് പിന്നീട് നോഹ തിരിച്ചറിഞ്ഞപ്പോൾ നോഹ ഹാമിന്റെ മകനായ ആ കനാനെ അവിടെ ശപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. നമ്മളപ്പോൾ നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റും, എന്തുകൊണ്ട് കനാനെ ശപിക്കുന്നു എന്ന്. ചിലപ്പോൾ കനാനും അതിലൊരു പാർട്ട് ഉണ്ടായെന്നായിരിക്കാം. ചിലപ്പോൾ കനാൻ ഇത് കണ്ടു കാണാമായിരിക്കാം. നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു ആൻസർ ഇല്ല. പക്ഷെ കനാനെ ശപിക്കുന്നു, അവർ മറ്റുള്ള ദാസന്മാരായി തീരുമെന്ന് പറഞ്ഞ് അവരെ ശപിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ അത് പ്രത്യേകിച്ച് 9-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലാണ് നമ്മൾ അത് കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അവരുടെ ആ ജീനിയോളജി അവിടെ കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഷേമിന്റെ വംശ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് യോബിന്റെ കാര്യം പറയുന്നുണ്ട്. അവിടെ 29-ാം വാക്യത്തിൽ ജോബാബ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഊസ് എന്നുള്ള അതിന്റെ കീഴിലായതുകൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം ശരിക്കും അത് യോബ് തന്നെ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ ഈ ഷേമിന്റെ വംശപാരമ്പര്യത്തിൽ നിന്നായിരുന്നു അബ്രഹാം ഉണ്ടായത്. അബ്രഹാമിന്റെ വംശപാരമ്പര്യത്തിൽ ഏറ്റവും ഒടുവിൽ യേശു ക്രിസ്തുവും അവിടെ ഉണ്ടാകാനായിട്ടിടയെത്തുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ അവരുണ്ടായതൊക്കെയും യാഫേത്തിന്റെ വംശ പാരമ്പര്യത്തിൽ നിന്നായിരുന്നു ഉണ്ടായത്. പക്ഷെ ദൈവം അവരെയൊക്കെ അനുഗ്രഹിച്ച ഒരുപാട് തലമുറകൾ അവിടെ വരുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം ദൈവം അവരെ അനുഗ്രഹിച്ച് പെട്ടകത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിട്ട് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവർ ഒരുപാട് ജനങ്ങളായിട്ട് മാറുക എന്ന് പറഞ്ഞവരെ അനുഗ്രഹിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം എന്നുള്ളത് അത് ദൈവം നമ്മളൊരു കാര്യത്തെ അനുഗ്രഹിച്ചാൽ അത് കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കൊരു സംശയം വേണ്ട. കാരണം അവരെ ഇറങ്ങിയപ്പോൾ ആ 8 പേരാണ് അവരോട് ഉണ്ടായിരുന്നത്. അപ്പോൾ 8 പേരിൽ നിന്ന് എങ്ങനെ ഇത്രയും വലിയ ജാതിയായി മാറും എന്നുള്ളത് അവർക്കൊരു ഡൗട്ടും ഇല്ല. പക്ഷെ അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതുപോലൊക്കെ അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം മുഴുവനായിട്ട് അനുഭവിക്കാനായിട്ട് ഇടയായി തീരുമായിരുന്നില്ല. പക്ഷെ അവരെ ദൈവം നടത്തിയ വഴികളൊക്കെ അവർ ഓർത്തപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ച് അവർ ഒരുപാട് സന്തതികൾ അവരിൽ നിന്ന് വരുമെന്ന് പറഞ്ഞപ്പോൾ അവർ അതിൽ വിശ്വസിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ 10-ാം അധ്യായത്തിൽ കാണുന്നതിൽ ഒരുപാട് പേര് അതിൽ നിന്നും വരുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ദൈവം നമുക്കൊരു കാര്യം പ്രോമിസ് ചെയ്ത് നമുക്കത് ഡൗട്ട് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഏൻഷ്യൻ റൂട്ട്സും വന്നത് യാഫേത്തിൽ നിന്നായിരുന്നു.
അത് പക്ഷേ യേശു കർത്താവിൻ്റെ വംശപാരമ്പര്യം വന്നപ്പോൾ അത് ശേമിൽ നിന്നാണ് അത് ഉണ്ടായത് എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കാരണം നമ്മളുണ്ടായത് ഒരു നല്ല ഒരു വംശപാരമ്പര്യത്തിൽ നിന്ന് നമ്മളും ഉണ്ടായത്. യാഫേത്ത് എന്നുള്ള ആ വംശപാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾക്ക് ആകുവാനിടയിൽ തീർന്നത്. അതെ, ആ വംശത്തെയും നോഹ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കും ഈ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ, അതുപോലെ നമുക്കും ദൈവത്തിന് പ്രോമിസ് ഡൗട്ട് ചെയ്യാതെ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൽ മാറാട്ടെ.